നമുക്ക് ടുമ്മുകൾ അമാൽ ഡുമാൽ നമുക്ക് ടുമ്മുകൾ അമാൽ ഡുമാൽ. ഗായ്സ്, അപ്പോൾ നമ്മൾ മതിൽ പണിയുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പം അത് നമ്മൾ മതിൽ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്ര നേരമുള്ളതെന്ന് പറയുമ്പം മതിൽ തട്ടിയൊന്ന് നമുക്കൊന്ന് പുറത്ത് കളയണം, തട്ടിക്കളയണം. അതാണ് ഇപ്പോൾ രാവിലെ അച്ഛനും അഭിലാഷണ്ണനൊക്കെ നിന്ന് ഇപ്പം അത് നോക്കുവാണ്. പണി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഗൈസ്, രാവിലെ തന്നെ നമ്മുടെ അഭിലാഷണ്ണ വന്ന് ജോലിയൊക്കെ തുടങ്ങി എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള രീതിയിൽ നിന്ന് ജോലികൾ എത്രയും പെട്ടെന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ഏരിയ കഴിഞ്ഞ് ഇനി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള വശം കൂടെ ആക്കുവാണെങ്കിൽ ആ മതിലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഫ്രണ്ടിലും കൂടെ ചെയ്യണം. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മെമ്മറീസൊക്കെ ആയിട്ട് ഈ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ നിൽക്കുവാണ്. ഭയങ്കര ശബ്ദം, ഒരു രക്ഷയില്ല. ഇതിൻ്റെ അടുത്തേക്കാനേ പറ്റുന്നില്ല. പിന്നെ കൂടാതെ പൊടി. ഞാനും മാസ്ക് ഇട്ടിട്ടുണ്ട്, പക്ഷേ എന്നെ നിങ്ങൾക്ക് കാണത്തില്ലെന്നാണ് തോന്നുന്നത്. നല്ല ഒടുക്കത്തെ പൊടിയാണ് സംഭവം. മതിൽ ഒരു വീടിൻ്റെ ഇപ്പം മതിലിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ഊപ്പാട് വരും. സത്യം പറഞ്ഞാൽ ഊപ്പാട് വരും. അല്ലാതെ ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ മൊത്തത്തിലൊക്കെ ഇടിഞ്ഞ് വീണാൽ പിന്നെ JCB കൊണ്ടുപോകുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി അടുത്ത JCBൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുക. അത് വന്നിട്ട് എല്ലാം നടക്കും. ഗൈസ്, കുറച്ച് ലേറ്റായിപ്പോയി. കാരണം മറ്റൊന്നുമല്ല, വണ്ടി സർവീസിന് കൊടുക്കണമായിരുന്നു. അങ്ങനെ വണ്ടി സർവീസിന് കൊടുത്തിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. ഞാനും അച്ഛനും കൂടെ പോയിരുന്നു. അപ്പോൾ വണ്ടി സർവീസിന് കൊടുത്തിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. നമ്മൾ വന്നപ്പോഴത്തേക്കും JCB ഒക്കെ വന്ന് കഴിഞ്ഞു. ഇതാണ്ട് JCB ഒക്കെ വന്ന് താണ്ട് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ഇപ്പം ചെടി പോയി എടുക്കാൻ പറഞ്ഞ അമ്മ കുറേ നേരം കൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം എനിക്ക് ചെടി പോയി എടുത്താലേ പറ്റൂ. ആ സൈഡിലെ ചെടി ഇരിക്കുന്നത്, ആ സൈഡിലോട്ട്. ഗൈസ്, എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഇന്നെന്തായാലും നമ്മൾ JCBയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് JCB വെച്ച് എല്ലാം പൊട്ടിക്കിടക്കുന്ന മതിലെല്ലാം എടുത്തു മാറ്റാനായിരിക്കും ഇന്നത്തെ മെയിൻ ഉദ്ദേശം. കറക്റ്റ് എന്താണെന്ന് അറിയത്തില്ല. രാവിലെ ഇപ്പം ഏതാണ്ട് 10 മണി കഴിഞ്ഞ് ഇപ്പോൾ തുടങ്ങിയപ്പം ഏതായാലും ഒരു വൈകിട്ടൊക്കെ ആവുന്നതിന് മുമ്പേ തീരും. മതിലൊക്കെ എടുത്ത് കളയാനാണെങ്കിൽ കുറേ ഏരിയ നോക്കാനുണ്ട്. നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നോക്കിയിട്ട് വരാം. അതുകൊണ്ട് അവിടെ അച്ഛനും പിന്നെ നമ്മുടെ മണിക്കൂട്ട മാമനും കൂടെ ചർച്ച ചെയ്യുകയാണ് അടുത്ത എന്താണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പാറയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പാറയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് വിഷമം എന്താ, ഈ ചെടികൾ പോയാനാണ് അമ്മയ്ക്ക് വിഷമം, അല്ല മറ്റൊന്നുമില്ല. ഇവിടെ നമ്മളെ മാമനെ സൂം ചെയ്ത് കാണിച്ചു തരാം. കറക്റ്റ് കിട്ടുന്നില്ല. മൊബൈൽ എടുക്കുന്നതുകൊണ്ടായിരിക്കും കറക്റ്റ് കിട്ടാത്തത്. നമ്മളിപ്പോൾ ഏതായാലും നമ്മുടെ വണ്ടി പോയി ഇവിടെ കിടന്ന് നമ്മുടെ പാഷൻ പ്രോ പാഷൻ പ്രോ പ്ലസ് അതിന് നമ്മൾ സർവീസിന് കൊണ്ട് പോകുമായിരുന്നു. സർവീസിന് പോയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വന്നു. സർവീസിന് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് വന്ന് അപ്പോഴേക്കും JCB ഇവിടെ പണി തുടങ്ങി കഴിഞ്ഞു. പിന്നെ അപ്പൂപ്പനായിരുന്നു മേജർ കോൺട്രാക്ടർ. ചുമ്മാ അപ്പൂപ്പനായിരുന്നു. പിന്നെ നമ്മളാ സമയത്തെല്ലാം നോക്കി നടത്തുന്നത്. അങ്ങനെ പിന്നെ അതിൻ്റെ പേടിയില്ലായിരുന്നു. പിന്നെ അപ്പം പിന്നെ ഓളിഞ്ഞോളായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഇനിയിപ്പം ഏതായാലും കുറച്ചുകൂടെ കഴിയുമ്പം ഇപ്പോൾ വേറെ 2 പേര് വന്നിട്ട് പോയി. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് അറിയാം. അപ്പം കയറി വരുന്നുണ്ട്. ഇപ്പം ദൈവമേ, എനിക്കിനി അടുത്ത എന്തോ ഒരു വഴക്കേരാനാണ് ഉറപ്പ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പം ഞാനും അപ്പനും കൂടെ പോയി കടയിൽ നിന്ന് കുറച്ച് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കമ്പികൾ എടുക്കാൻ പോയി. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പണ്ട് ഏതോ ഒരു വ്ളോഗിൽ അപ്പോൾ എൻ്റെ കൂടെ ദേഷ്യപ്പെടുന്ന കണക്കൊക്കെ ഉണ്ട്. പക്ഷേ ദേഷ്യപ്പെടുന്നതൊന്നുമല്ല, സത്യം പറഞ്ഞാൽ ആളൊരു പഞ്ചപാവമാണ്. ഏറെക്കുറെ JCB ഒക്കെ വന്നിട്ട് പോയി. പക്ഷെ കാണുന്ന ഇത് അത്ര പന്തികേടല്ല. കണ്ട് ഈ സൈഡിനില്ല.
അതുകൊണ്ട് ഇവിടെ നിന്നാണ് പോയിരിക്കുന്നത്. കണ്ട എല്ലാവരും വന്നപ്പോൾ ഉണ്ട് എന്തരാവും എന്തോ. പിന്നെ വേണ്ട ഈ കറ്റാർ വാഴ പോയതിനാണ് അമ്മയ്ക്ക് വിഷമം. കറക്റ്റ് ഇൻ്റർലോക്ക് ചേർന്ന സാധനം ഉള്ളത്. ഇൻ്റർലോക്ക് ചേർന്നിരിക്കുക. ഇനി ആ സൈഡിൽ കൂടെ നടക്കാനും ഒന്നും പറ്റത്തില്ല നമുക്ക്. ഈ പണി തീരുന്നാല എല്ലാം ഈ ഏരിയ കൂടെ ഇപ്പുറത്തിലോ എല്ലാം ഇപ്പുറത്തേക്കൂടെയാണ് നമുക്ക് നടക്കാനുള്ളത്. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ. എൻ്റെ ഒരു സ്ഥലമായിരുന്നത്, കളിക്കാനും ഓടാനും ഇല്ല. ഇനി ചെയ്ത് തരുമ്പോൾ 1-2 ആഴ്ച ആവാം. 2 ആഴ്ചയില്ലായിരിക്കും, 1.5 ആഴ്ച എടുക്കുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് എക്സാം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്തരാവും എന്തോ. ഗൈസ് ഇപ്പം ഉച്ചയൊക്കെ ആയപ്പം നമ്മൾ നല്ല മഴയുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ടാർപ്പ വാങ്ങിക്കാൻ പോയി. കാരണം ഇനി ആ സൈഡിൽ ഒക്കെ ഓരോന്ന് വീഴുവാണെങ്കിൽ പിന്നെ ഇപ്പം തന്നെ ഒരു സൈഡ് വെച്ച് ഇടിഞ്ഞിടിഞ്ഞ് പോവുകയാണ്. അപ്പം ഇനി ഇങ്ങനെ ഇടിഞ്ഞ് പോവുകയാണെങ്കിൽ അവസാനം ഇൻ്റർലോക്കിൻ്റെ അതുവരെ എത്തി നമ്മൾ പെട്ടുപോകും. നമ്മൾ സത്യം പറഞ്ഞാൽ പെടും. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇടിഞ്ഞ ഭാഗം കാണിച്ചു തരാം. കണ്ട അവിടം വെച്ച് ഇടിഞ്ഞു പോവുകയാണ്. ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് ഇനി ചിലപ്പോൾ ഇഞ്ഞ് കയറും, പറയത്തില്ല, ഇവിടം വരെ കയറും. അതുകൊണ്ട് കുഞ്ഞമ്മയും കമ്മവും നിൽക്കുന്നു. ഞാൻ ഇടും. അല്ല, കുഞ്ഞമ്മ അങ്ങനെ ആള് മുഖം കൊടുക്കാറില്ല. എൻ്റെ വ്ളോഗിൽ നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി, അതിലൊന്നും കുഞ്ഞമ്മയുടെ ഫേസ് വന്നിട്ടില്ല, ശബ്ദം മാത്രമേ വന്നിട്ടുള്ളൂ. ഏതോ ഒരെണ്ണത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെ ആയിരിക്കും ഇത്. ഇപ്പം ഇത് ഇടിഞ്ഞിടിഞ്ഞ് മേല് കയറുവാണെങ്കിൽ പ്രശ്നമാണ്. രാത്രി ഉണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പം രാത്രി വയ്ക്കും. ഹിറ്റാച്ച് വെച്ച് പൊളിക്കുവാണെങ്കിൽ ഇത് മൊത്തം പൊളിഞ്ഞു വീഴും. ഹിറ്റാച്ച് വെച്ച് ഒരു കാരണവശാൽ നമ്മൾ പൊളിക്കുവാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് പൊളിഞ്ഞ് പൊളിക്കൊണ്ടിരിക്കും. അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇനി അടുത്ത വേറെ 2 മണിക്ക് വേറെ മാമൻ വരുമെന്ന് പറഞ്ഞ് അവർ വന്നിട്ട് അതിൻ്റെ ഇത് നോക്കാം. ഓക്കെ ഗായ്സ്, എപ്പോൾ വേണോ മഴ പെയ്യാതിരിക്കാം. നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് ശേഷം വരുമെന്ന് പറഞ്ഞ ആൾക്കാർ വന്നതാ ഇവിടെ ഉണ്ട്. അവരിങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും ചെയ്യുവാണെന്നാണ് പറയുന്നത്. ഇന്നില്ലേ, ഇന്നെന്തായാലും പണി ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. കുറേ ടാർപ്പ വാങ്ങിക്കാൻ ഞാൻ അങ്ങോട്ട് ഓടി. പിന്നെ അതായത് ടാർപ്പ വാങ്ങാനായിട്ട് ഞാൻ പാങ്ങനാടിലോട്ട് പോയി. അതിനിടയ്ക്ക് ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ഇങ്ങനത്തെ കാലാവസ്ഥയായി. നേരത്തെ നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് ഭയങ്കര ഒരു മഴ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നില്ല. ഭാഗ്യം. ഇനി നാളെ രാവിലെ വന്ന് അവർ പണി തുടങ്ങും. നാളെ രാവിലെ അവർ മെയിനായിട്ട് എന്തിനാണ് ചെയ്യുന്നത്? നാളെ മൊത്തം അവർ വന്ന് ആ മതിലിൻ്റെ സൈഡ് അടിഭാഗത്ത് ആ മണ്ണുള്ള ഭാഗം എല്ലാം വൃത്തിയായിട്ട് നല്ല നീറ്റാക്കി തരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പം ബാക്കി നാളെ കാണാം.